ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ലെങ്ത് വീഡിയോക്ക് വേണ്ടി എടുത്തുവെച്ചതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രാവിലത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന്. ഇനി എൻ്റെ മോളും മരുവനൊക്കെ വരും കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാണ്ട്, അപ്പം പിന്നെ അതൊക്കെ ലെങ്ത് വീഡിയോ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഷോർട്ട് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പച്ചക്കായ് കറി വെക്കുകയാണ്. ആദ്യം ഞാൻ അതൊക്കെ ആക്കുകയാണ് കേട്ടോ. പച്ചക്കായും പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുങ്ങാണ്ട് തേങ്ങ അരച്ചൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ മനുവിന് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വന്നുങ്ങാണ്ട് മീനൊക്കെ കട്ട് ചെയ്ത്, ഈ ചൂടല്ല അതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മീനാണല്ലോ, അപ്പോൾ കുറച്ച് പണിക്കാവും. ആദ്യം തന്നെ ഞാൻ അതാണ് ചെയ്തിച്ചതിന് ശേഷം പിന്നെ കറിക്കുള്ളതൊക്കെ ആക്കിയതിൻ്റെ ശേഷം പിന്നെ മീനും കായം കുഴച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അരിയൊക്കെ ആട്ടാൻ നിന്നത്. കുത്തപ്പാണ് ഓട്ടട. അപ്പോൾ ഞാനും മനേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ തോനെ പണിയൊന്നുമില്ല, എന്നാലും ഉള്ളത് ആക്കണമല്ലോ. അപ്പം അങ്ങനെ അരി ആട്ടാൻ വെച്ചുകൊണ്ട് ഞാൻ തേങ്ങ ചിരകിയെടുക്കുകയാണ് കേട്ടോ. കറിയിലേക്കും പിന്നെ കുത്തപ്പത്തിൻ്റെ മാവിലേക്കും കുറച്ച് തേങ്ങ ചിരകിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കുകയാണ്. പിന്നെ എന്താണ്, ചോറ് പിന്നെ ഉണ്ട് കേട്ടോ. ചോറ് ഇന്നലെ ചോറ് വെച്ചത് ഞാനും മനയില്ല, പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ളതും കൂടെ ഉണ്ട്. പിന്നെ വേവുള്ള അരി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിന്, അങ്ങനെ കഴുകി വൃത്തിയാക്കിയാണ്ട് അതും ഇതേമാതിരി പിന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ മാവ് അടിച്ചൊക്കെ വെച്ചിട്ട് അതിലേക്ക് തേങ്ങയും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താണ് അവിടെ കലക്കി അവിടെ വെക്കാൻ കേട്ടോ. ഞാൻ അടുപ്പിലാണ് ചൂടുന്നത്. അങ്ങനെ പിന്നെ ഇതാ ചോറ് അടുപ്പത്ത് വെച്ച് അത് തിളച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അതും ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വറവിട്ടെടുക്കാൻ തേങ്ങയൊക്കെ കരച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് വറവിട്ടെടുത്താട്ടെ. കറിവേപ്പില വറ്റൽമുളക് ഇടലുണ്ട് കേട്ടോ. ഞാൻ വറ്റൽമുളക് ഇട്ടില്ല. അപ്പം പിന്നെ കറിവേപ്പിലയും കടുകട്ട് പൊട്ടിച്ചതാണ്, അതും വറവിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുത്തപ്പത്തിനുള്ള അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറി ഇന്നലെ ചിക്കൻ കറി കഴിഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് കറി ഉണ്ട്, ഞാനും മനുവല്ലേ ഉള്ളൂ. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ച് കറിയൊന്നും കുത്തപ്പത്തേക്ക് പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറുക്കുള്ള കറി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുത്തപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാച്ച. ആ അടുപ്പിൽ നല്ല കനലുണ്ടല്ലോ, അപ്പോൾ ഞാനൊരു പഴയ ഫ്രൈ പാനാണിത്. അപ്പോൾ ഇത് വെച്ചിങ്ങാണ്ട് അതിൽ പിന്നെ അത് ഞാൻ അടുപ്പിലൊക്കെ വെക്കലുണ്ട് ഇട്ടത്. പിന്നെ അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചെറിയ ചൂടായതിന് നല്ല ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണല്ലത്. മോനക്ക് ഇഷ്ടമാട്ടത്. അപ്പോൾ ഞാൻ അതത് പൊരിച്ചത്. പിന്നെ പച്ചക്കറി വെക്കാൻ വെച്ചു. പച്ചക്കറിനോട് ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ആക്കിയതാണ്, അത് കൂടുതലായിട്ട് തിന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്ര വീഡിയോ അങ്ങനെ മോൻ പോയി. ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.